അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ സ്കഫ്ലിങ്ങിൽ നടന്നതായിരിക്കാം. അവരവശയായിരുന്നു. ആയുധമൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. നമസ്കാരം. ഞാൻ കാണുമ്പോൾ മന്ത്രി അവശയായിരുന്നു. വായിൽ നിന്ന് നുരയും പതയും വരുന്നുണ്ടായിരുന്നു. കൃഷ്ണമണികൾ മേപ്പോട്ട് കയറിയ നിലയിലായിരുന്നു. മുഖമാകെ കരിവാളിച്ചിരുന്നു. കഴുത്തിൽ നിന്നും ചോര വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അപ്പോഴും ഗോറില്ലകൾ മിനിസ്റ്റർക്ക് ചുറ്റും നിന്ന് ആർത്തു വിളിക്കുന്നുണ്ടായിരുന്നു. ചാവേറുകൾ കൊന്നിട്ട് ചാവാൻ വന്നതായിരുന്നു. ബഹുമാനപ്പെട്ട ഒഴിഞ്ഞു പോയ ചേറെ, സംവിധായക, അല്ലയോ തിരക്കഥാകൃത്തെ, എല്ലാം ഗംഭീരമായിരിക്കുന്നു. ഇത് കേട്ടോ വീണേ? എല്ലാം ഒപ്പിച്ചു വെച്ച് സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ എന്ന് പറഞ്ഞ പുള്ളി കാലുവാരിക്കളഞ്ഞു. അങ്ങനെ ഓരോ ഘട്ടത്തെയും പ്രതിസന്ധികൾ തരണം ചെയ്യുന്നത് ഒരു കാല് ഒക്കാതെ കൂടെ വീഴുന്നു. എങ്ങനെ 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 ഇന്നലെ സ്പീക്കർ എന്ന നിലയിൽ ഷംസീറിൻ്റെ അവസാനത്തെ ദിവസമായിരുന്നു. സത്യം പറയാതെ പോയാൽ ആ ഹൃദയം മിടിച്ചുകൊണ്ടേയിരിക്കും. ഉറങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞത്. ആയുധം കൊണ്ടുള്ള ആക്രമണമാണ് മന്ത്രിക്ക് നേരെ നടന്നതെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. മിനിസ്റ്റർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നും അഡ്മിറ്റ് ആകണമെന്നും കൈപിടിച്ച് തിരിച്ചെന്നുമുള്ള ആ നുണക്കഥയുടെ സൂത്രധാരനാണ് ബഹുമാനപ്പെട്ട ഈ ഒഴിഞ്ഞു പോകുന്ന ചെയർ. സാധാരണ ഡോക്ടറാണ് പരിശോധിച്ച് രോഗിയെ അഡ്മിറ്റ് ചെയ്യുന്നത്. ഇവിടെ പൊളിറ്റിക്കൽ സർജൻ ഷംസീർ കിടത്തി ചികിത്സ അങ്ങ് തുടങ്ങി. ഡോക്ടറെ വിളിക്കാനല്ല ഷംസീർ പറഞ്ഞത്, കെ രാഗേഷിനെ വിളിക്കാനാണ്. കണ്ണൂരെ പാർട്ടി സെക്രട്ടറി രാഗേഷ് എന്നു മുതലാണ് കഴുത്തുളുക്കിന് ചികിത്സ തുടങ്ങിയത്. സഭയുടെ സർവാധികാരിയായ ഷംസീർ ചികിത്സ വിധിച്ചാൽ പിന്നെ എന്തു ചെയ്യും? അതോടെ വീണ ഒരു കിടപ്പ് രോഗിയായി മാറി. ചന്ദ്രലേഖ എന്ന സിനിമയിൽ തളർന്നു കിടന്ന ചന്ദ്രയെ ഉണർത്താൻ എത്ര പാട്ടുപാടി മോഹൻലാൽ. സഖാക്കൾ പാടിയ തെറിപ്പാട്ടിനൊടുവിൽ പുലർച്ചെ ICUവിൽ കണ്ണു തുറന്ന വീണ ജോർജ് ബെഡിൽ തലയണ കൊണ്ട് മൂടി ഒളിച്ചോടി. അതിരാവിലെ ഡ്യൂട്ടി ചെയ്യാനെത്തിയ നേഴ്സ് തലയണയ്ക്ക് ട്രിപ്പിടേണ്ടി വന്നു. ഒരു സ്പീക്കറുടെ ഔചിത്യബോധമില്ലാത്ത പ്രവൃത്തി കൊണ്ട് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കമ്മികൾ കാണിച്ചു കൂട്ടിയ അക്രമങ്ങൾക്ക് കയ്യും കണക്കുമില്ല. നിങ്ങളിതിനൊക്കെ മാപ്പ് പറയണമായിരുന്നു. ഇല്ലാത്ത ഉളുക്കിൻ്റെയും മുറിവിൻ്റെയും പേരിൽ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് അന്തങ്ങൾ കാണിച്ചു കൂട്ടിയത്. ഇത്രയും ഗുരുതരമായ പരിക്ക് പറ്റി നുരയും പതയുമായി റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന വനിതാ മന്ത്രിയെ വഴിയിൽ കളഞ്ഞിട്ട് വന്ദേ ഭാരതിൽ കയറിപ്പോകാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഷംസീറെ? വീണയ്ക്ക് നേരെ നടന്ന ഗോറില്ല ആക്രമണത്തെപ്പറ്റി പറഞ്ഞ് ഗോവിന്ദൻ കരഞ്ഞു. ആ ദണ്ണം കണ്ടവരെല്ലാം കരഞ്ഞു. ഇങ്ങനെ ഒരു മരണവീട്ടിൽ പോലും ഗോവിന്ദനെ നമ്മൾ കണ്ടിട്ടില്ല. ശരിക്കും കള്ളം കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു നെറുകേടിൻ്റെ കോട്ടയിലാണോ ഈ കമ്മി ജീവിതങ്ങളെല്ലാം? സ്വന്തം നേട്ടത്തിനായി, രാഷ്ട്രീയ വിജയത്തിനായി എന്ത് കള്ളവും പറയും, കുപ്രചാരണവും നടത്തും. ഞൊടിയിടയിൽ തെരുവിലിറങ്ങാനുള്ള നേതാക്കൾ സദാ സജ്ജരായി നിൽക്കുന്നു എന്നതാണ് ഇവരുടെ വിജയം. വേറെ പണിയൊന്നുമില്ലല്ലോ. പ്രതിഷേധിച്ചവൻ്റെ വീട്ടിലേക്ക് അന്ന് രാത്രി തന്നെ ബോംബെറിഞ്ഞത് പാർട്ടി സ്നേഹിയായ ഒരു അധ്യാപകനായിരുന്നു. കണ്ണൂരെ പാർട്ടി അടിമകളായ അധ്യാപകരുടെ പ്രധാന പണി അധ്യാപനമല്ല, ബോംബേറാണ്. തലമുറകളെ എത്ര മനോഹരമായിട്ടാണ് അവിടുത്തെ പാർട്ടി സാറന്മാർ വാർത്തെടുക്കുന്നത്. സത്യത്തിലൊരു സ്പീക്കറാകാനുള്ള എന്ത് യോഗ്യതയായിരുന്നു ഈ ഷംസീറിനുള്ളത്? SFIയിലും DYFIയിലും പ്രവർത്തിക്കുമ്പോഴൊക്കെ ഭീഷണിയും വെല്ലുവിളിയുമായിരുന്നു. ഗുണ്ടായിസമായിരുന്നു അലങ്കാരം. മരുമകന് പാരയാകുമെന്ന് കണ്ടപ്പോൾ ഷംസീറിനെ പിടിച്ച് മണ്ടയ്ക്ക് കയറ്റി ഇരുത്തിയതാണ്. അവിടെ ഇരുത്തി 10 സാറേ വിളിച്ചപ്പോൾ പുള്ളി ഹാപ്പിയായി. എന്നാൽ അത്ഭുതകരമായി ചില നേരങ്ങളിൽ ഷംസീർ നിഷ്പക്ഷനാകുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനധികം ആയുസ്സുണ്ടാകില്ല. അന്ന് തന്നെ പാർട്ടി വിളിച്ച് വിരട്ടും. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇരുന്ന സീറ്റിനെ ഓർത്ത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ കസേരയാണ് നാറാണത്ത് ഭ്രാന്തനെ പോലെ മുകളിലേക്ക് കയറ്റിയിട്ട് താഴേക്ക് തള്ളിമറിച്ചിട്ട് EP ജയരാജൻ ആർത്തട്ടഹസിച്ചത്. സ്പീക്കറായിരുന്ന കാലത്ത് ഷംസീറിൻ്റെ പ്രവൃത്തികളെല്ലാം സഭാചട്ടം അനുസരിച്ചായിരുന്നോ അതോ പിണറായി ചട്ടം നോക്കിയായിരുന്നോ? ഈ ഷംസീറാണ് തനിക്കൊപ്പം വന്ദേ ഭാരതിൽ യാത്ര ചെയ്ത സഖാവിനെ ചോദ്യം ചെയ്ത TTE പത്മകുമാറിൻ്റെ പണി കളയിക്കാൻ ശുപാർശ ചെയ്തത്. ജീവനക്കാർ ഒന്നടങ്കം എതിർത്തതോടെ പകപോക്കൽ ഫലം കണ്ടില്ല. അതോടെ ഷംസീർ ചമ്മി. നോക്കൂ, സത്യസന്ധമായി ജോലി ചെയ്ത ഒരു TTEയെ അധികാരത്തിൻ്റെ തിളപ്പിൽ പുറത്തു കളയാൻ നിർദ്ദേശിച്ച ആളാണ് ഈ ഷംസീർ. 2 ടേം കഴിഞ്ഞതോടെ പിണറായിക്കും മനസ്സിലായി ആൾ ഭയങ്കരമായി മൂത്ത് പഴുത്തു എന്ന്. ഒറ്റത്തവണ കൂടി പരീക്ഷിക്കാൻ കഴിയാത്ത തരത്തിൽ വയസ്സനായിപ്പോയോ ഈ ഷംസീർ? പിണറായി വിജയനേക്കാൾ 2 വയസ്സ് കൂടുതലുണ്ടോ? ഷംസീറിൻ്റെ പിൻഗാമിയായി വരാൻ പോകുന്നത് ചില്ലറക്കാരനൊന്നുമല്ല, മറ്റൊരു കൊലക്കേസ് പ്രതിയായ കാരായി രാജനാണ്. ആസ്ഥാന അന്തംഗമ്മിയായി ബാക്കി ജീവിതം നയിക്കാനേ ഇനി ഷംസീറിന് കഴിയൂ. ഷംസീർ അദ്ദേഹം ഖുറാൻ്റെ നന്മകളും ഇസ്ലാമായി ജീവിക്കുമ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങളുമൊക്കെ നമ്മോട് പ്രസംഗത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്.
പക്ഷേ ഹിന്ദുവിൻ്റെ ഗണപതി പുള്ളിക്ക് വെറും മിത്താണ്. അതിന് അദ്ദേഹം ശാസ്ത്രത്തെ വരെ കൂട്ടുപിടിച്ചു പിള്ളാരെ പഠിപ്പിച്ചു. ആ ഗണപതി തന്ന ചെറിയൊരു പണിയായി കണ്ടാൽ മതി ജോലിയില്ലാത്ത ഇനിയുള്ള കാലം. ഷംസീറിനും ഏറ്റുപറഞ്ഞ അപ്പത്തിനും ഗണപതി മിത്തായിരിക്കാം. പക്ഷേ ക്ലിഫ് ഹൗസിലെ പൂജാമുറിയിൽ കോടാനുകോടി ദൈവങ്ങളെയും പ്രതിഷ്ഠിച്ച് പൂജിക്കുന്ന പിണറായിക്കും കുടുംബത്തിനും ദൈവമുണ്ട്. മുൻ സ്പീക്കർമാരെ പാർട്ടിയുടെയും ഭരണത്തിൻ്റെയും 7 അയലത്ത് അടുപ്പിക്കാതെ മാറ്റി പാർപ്പിക്കുന്നതാണ് പാർട്ടിയുടെ പരിപാടി. അതിൻ പ്രകാരം കെ രാധാകൃഷ്ണനെ അവർ റെഫർ ചെയ്ത് കഴിഞ്ഞു. രാധാകൃഷ്ണൻ കുറച്ചു കാലം കൂടി അങ്ങനെ MP ആയി ജീവിക്കാം. പിണറായി വിജയനും പരിവാരങ്ങൾക്കും പണി പോകാൻ ഇനി ഒരാഴ്ച മാത്രം ബാക്കി. വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ ചുമതല കൊടുത്ത് ഷംസീറിനെ പറഞ്ഞു വിടാമെന്ന് കരുതിയാൽ തന്നെ ഈ സാധനം വേറെ എവിടെ ഇരിക്കുന്നു? ശ്രീമതിയൊക്കെ രക്ഷപ്പെടുന്നത് ജനാധിപത്യ മഹിളകൾ ഇന്ത്യയാകെ പടർന്നു പന്തലിച്ച് നിൽക്കുന്നത് കൊണ്ടാണ്. ഷംസീറിൻ്റെ കള്ളക്കഥയ്ക്ക് കൂട്ടുനിൽക്കാൻ പോലീസ് ആദ്യം തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ വൈകിയാണ് FIR രജിസ്റ്റർ ചെയ്തത്. FI സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടുമില്ല. ഈ ഷംസീറിൻ്റെ വാക്ക് കേട്ട് വീണ കാണിച്ചത് ഫ്രാഡ് പണിയായിരുന്നു. കേരളത്തിലെ ഒരു മന്ത്രിയും ഇത്രമേൽ അധപ്പതിച്ചിട്ടില്ല വീണയെപ്പോലെ. എന്തുകൊണ്ട് വീണയ്ക്കരികിലേക്ക് പെൺകുട്ടികളെ വിട്ടില്ല എന്നാണ് ഷംസീറിൻ്റെ ചോദ്യം. വീണയെ ഒരു ആൺകുട്ടിയായിട്ടേ നമുക്ക് കാണാൻ പറ്റൂ. അവർ കരുത്തയാണ്, ധീരയാണ്, വിപ്ലവകാരിയാണ്. കേന്ദ്രത്തെ വരെ വെല്ലുവിളിക്കാനുള്ള ധൈര്യമുണ്ട്. സമരക്കാരെ വാടാ, ഒന്നുകൂടി വാടാ എന്ന് വെല്ലുവിളിക്കാനുള്ള ശേഷിയുണ്ട്. അങ്ങനെ ഒരാളുടെ അടുത്തേക്ക് ദുർബലരായ KSU പെൺകുട്ടികളെ അയച്ച് അവരെ അപമാനിക്കരുത്. 4 KSUക്കാർ കറുത്ത തുണിയും പൊക്കി ചാടുമ്പോഴെല്ലാം ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്തിനാണ് ഇത്രമാത്രം ബേജാറാകുന്നത്? പോലീസ് എന്തിനാണ് ഇത്ര ഭയക്കുന്നത്? ഇൻഡിഗോ വിമാനത്തിൽ നടന്നത് ഓർക്കുന്നില്ലേ? അന്ന് EP ജയരാജൻ ചെന്ന് ഒരൊറ്റ തള്ളയായിരുന്നു പ്രതിഷേധക്കാരെ. അതോടെ ഇൻഡിഗോ പുള്ളിയെയും പിടിച്ച് ഒരൊറ്റ തള്ളു കൊടുത്തു. 4 KSUക്കാരെ ചാവേറുകളെന്നും ഗോറിലയെന്നും വിളിക്കുന്ന മൊണ്ണകളായ നേതാക്കളെ ഇനി നിങ്ങളെ ഒരു മനുഷ്യനും വിശ്വസിക്കില്ല. ചത്തുകിടന്നാലും ചത്തതുപോലെ കിടക്കുകയാണെന്ന് മനുഷ്യന് തോന്നുന്ന അവസ്ഥ ഭീകരമാണ്. അഭിനയങ്ങൾ കണ്ടു മടുത്തു. കള്ളങ്ങൾ കേട്ട് ചെവി മരവിച്ചു. വീണയുടെ ഈ കഴുത്തുളുക്ക് കള്ളക്കഥയോട് ആറന്മുളക്കാർ ഏത് തരത്തിലായിരിക്കും പ്രതികരിച്ചിട്ടുണ്ടാവുക? ഇവർ ജയിച്ചാൽ തന്നെ അത് ജനാധിപത്യത്തിനും ജനങ്ങൾക്കും നെറുകം തലയിലേറ്റ ഒരു ഉഗ്രൻ അടിയായിരിക്കും. 100 പേരുടെ അഹന്തയ്ക്ക് 5 പേരെ കൊണ്ട് മറുപടി പറയിച്ച പാർത്ഥസാരഥിയുടെ മണ്ണിൽ നിന്നാണ് ഈ കള്ളക്കളി വീണയും പാർട്ടിയും കളിച്ചതെന്നുകൂടി ഓർക്കണം.